ഈ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 42 കലയാ ഒരു വേരില്. ഇത് ചേട്ടൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? ഞാൻ നിൽക്കുന്ന ചേട്ടനെ കണ്ട ഒരു വേരിൽ 42 കല ചെയ്ത ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടനോട് നമുക്ക് ചോദിക്കും ഇതിന്റെ കാര്യങ്ങൾ. ചേട്ടി ഇത് എത്ര നാളായി ഇത് ചെയ്യാൻ എടുത്തത്? 10 മാസത്തെ ആവുമ്പോ 10 മാസം കൊണ്ട് ചെയ്തെടുത്ത ഇരിക്കുന്ന സാധനമാണ് ഇങ്ങനെ ആക്കിയിട്ട് അത് നേരെ അങ്ങനെ പിന്നെ മിനുക്കണം. എന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മിനുക്കി ഷേപ്പ് ആക്കി അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കണം. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തോണം, ഈ കാണുന്നത് ഇത് കണ്ട ഒരു ഷേപ്പും ഇല്ല. പക്ഷെ അത് ആ ചേട്ടൻ ഇവിടെ കൊത്തി കൊത്തി ഒരു ഷേപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കല ആക്കി പിടിച്ചിട്ടുള്ളത്. മലമ്പാമ്പല്ലേ? അതിന്റെ കഷ്ണങ്ങൾ ഇത് പിടിച്ചത് ഇതായി വരണ ഇതൊരു സർപ്പം. ഇതൊരു പരുന്ത്, ഈകള്. ഇത് പരുന്തല്ലേ? പരുന്ത് അല്ലെങ്കിൽ ഇടുന്ന ഏതോ എങ്ങനെയാണ്. ഇതൊരു പുലിയാണ്. അത് കിട്ടുന്ന സ്ഥലത്തിനനുസരിച്ച്. ഇതൊരു മൊയില്. ഇതൊരു കോലാടുണ്ട് കേട്ടോ. അതിനൊരു ഇരിപ്പിടം പോലെ കോലാട്. മുൻവശത്ത് ഇത് ഇങ്ങനെ കാണിച്ച് അതിന്റെ കാലായിട്ട് കിട്ടും, മുൻകാല് കിട്ടും. ഇതിന്റെ 2 സൈഡിലത്തെ കിട്ടും. ഇതായിട്ട് കിട്ടാന്ന് വർക്കിലും ഒക്കെ ഇഷ്ടം പോലെ ആയിട്ട് വരും. അത് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് പറഞ്ഞാൽ കിട്ടില്ല. ഇതിന്റെ ഈ കാല് വരേണ്ടത് ഇങ്ങോട്ട് നോക്കിയത്. ഇത് കഴിഞ്ഞ മാന കണ്ട, മാന പിടിച്ചിട്ടുള്ളത് പുലിനെ പിടിച്ചിട്ടുള്ള മാന. അത് മാനം കൂട്ടിയിട്ട്, അതായത് പുലി. അതായത് മാനിന്റെ ഇവിടെ നോക്കിയത് ശരിക്കും കാണാം നന്നായിട്ട്. അതിന്റെ കാലുകളൊക്കെ മാന പിടിച്ചിട്ടുള്ള. ഇതിപ്പോ എന്തുവാ? ഇതൊരു ഇതന്നെ മയില്. കിട്ടിയ സമയത്ത് കിട്ടിയതിനനുസരിച്ചിട്ടേ ഇതിന്റെ ഉള്ളിൽ നിന്ന് കയറി വരുന്ന ഇത് മാൻ. കിട്ടിയ സ്ഥലങ്ങളൊന്നും കളയില്ല വെച്ചിട്ട് ഞാനേ മരം നമ്മൾ ഇത്രയും കൊല്ലത്തെ പഴക്കം. ഇത് ഞാൻ പറഞ്ഞില്ലേ ഗരുഡൻ തിരിഞ്ഞിട്ടുള്ളത്. ഇത് നമ്മള് സിംഹവാലക്കുരങ്ങൻ. നമ്മളിപ്പോ ഒരു ക്യാമറയെ കാണിച്ച കൂടുതൽ ഇതിന്റെ അകത്തുണ്ട്. നേരിട്ട് കാണാൻ മാത്രമുണ്ട് ഇത് അല്ലേ? കാരണം നമ്മൾ ഇതിന്റെ അടിയിൽ നോക്കിയാൽ ഒരു പെണ്ണിന്റെ ശില്പമാണെങ്കിലും ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ നേരിട്ട് വന്ന് കാണണം. എന്നാലും ഇതിന്റെ ഫീല് മനസ്സിലാകത്തുള്ളൂ. ഇത് തന്നെ 2-3 തരത്തിലായിട്ട് തിരിക്കാൻ പറ്റും. ഈ വർക്കിനെ നമ്മൾ എങ്ങനെ തിരിച്ചു നോക്കണം, ഇതിനൊക്കെ വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ചേട്ടൻ വേറെ ചെയ്യുന്നില്ല അവിടെ? അങ്ങനെ ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അത് പണിസ്ഥലത്തുണ്ട്. ഇത് എത്ര നാളെ ഈ ഒരു ഫീൽഡിലേക്ക് ചേട്ടൻ ഇറങ്ങിയിട്ട്? 46 കൊല്ലേ ഈ ഒരു കലയിലോട്ട് ഇറങ്ങി. എല്ലതും ഞാൻ ആദ്യം സാധാരണക്കാരനായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൊട്ട് പിന്നെ നമ്മുടെ അതനുസരിച്ചിട്ട് നമ്മുടെ വർക്കിനനുസരിച്ച് സാധാരണ ഒരു പണിക്കാരെന്ന് പറഞ്ഞാൽ അവന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര 42 കല അത് തിരിച്ച ഞാൻ പറഞ്ഞില്ല. ഈ വർക്കുകൾ തിരിഞ്ഞ് നിൽക്കാൻ പറ്റും. ഇനി ഇതിനെ മറച്ചിട്ട ഇതിന്റെ ഉള്ളിൽ വർക്കുണ്ട്. മറച്ചിട്ട് തിരിച്ച ഈ വർക്ക് വേറെ. അതാണ് പണി. അപ്പൊ ഇതിന്റെ എല്ലാ ആൾക്കാർ പറഞ്ഞ ആൾക്കാർ കളിയത്തുള്ളൂ. ഇതിപ്പോ കൊടുക്കുന്നു ചേട്ടൻ? ഇതിപ്പോ ഞാൻ നല്ലൊരു ടീം വന്നാ ഇതിന് വേണ്ടി ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ വരും ചെയ്യാൻ ഈ സാധനം കൊടുക്കും. അത് ഇന്നേന്നല്ല ആള് വന്നാ എനിക്ക് പറ്റിയ ആളാ ഞാനത് കയറ്റി. അത് ഇത്രയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കയറി പോകണമെന്നില്ല. എന്റെ വിദേശത്തേക്കൊക്കെ പോകണം. അതല്ല നമുക്ക് നല്ലൊരു ടീം വരും വെച്ചാൽ അവർക്ക് വേണ്ട കാര്യം അത് കയറ്റി വിടും. മെയിനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ വർക്കൊക്കെ ചെയ്ത് വീടുകളിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ എന്ത് വേണേ ചെയ്യാം. പക്ഷെ നല്ല സാധനത്തിന് പണി വരും, സമയം വരും. നമ്മുടെ ബ്രെയിനാണ് കൊണ്ടുപോകുന്നത്. കുറച്ച് സമയം പിടിക്കും. സമയം വേണം നല്ലതിന്. പിന്നെ ഇപ്പൊ തന്നെ വേണം. ഇപ്പത്തെ ആൾക്ക് ഇപ്പൊ തന്നെ നല്ലതും വേണം. അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതല്ല വർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. വർക്ക് ചെയ്യണം, അതിന് സമയം തരണം. മെയിനായിട്ട് ഇതിനകത്തുള്ള ഓരോ പുലിയാണ്, സർപ്പമാണ്. ഈ സർപ്പത്തിന്റെ ഒക്കെ ഫിനിഷിങ് കണ്ട. ഇത് മൊത്തം ഫിനിഷിംഗ് ആണ് ഇതിന്റെ മെയിൻ അല്ലേ? അത് ഫിനിഷിംഗ് പറഞ്ഞാൽ നമ്മള് ഉള്ളി കൊണ്ടാണത്. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടൻ നമ്പർ ആയി കൊടുക്കാം. ചേട്ടനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഏത് രീതിയിൽ വർക്ക് ആണെങ്കിലും തടി കൊണ്ടുള്ള ചേട്ടൻ ചെയ്തു തരും. ഞാൻ ഇന്റീരിയൽ ചെയ്യും, ഫർണിച്ചർ ചെയ്യും. ഏറ്റവും ഇഷ്ടം ഇപ്പൊ കൊത്തുപണിക്ക് അതിപ്പോ നല്ലൊരു ഇന്റീരിയൽ വേണം, അല്ലെങ്കിൽ ഫർണിച്ചർ വേണം എന്നൊക്കെ ഞാൻ പോയി ചെയ്ത് കൊടുക്കും. ഈ ലൊക്കേഷൻ തന്നെ എവിടെ കറക്റ്റ്? ഇത് നെല്ലിക്കുന്ന് കാശ്ശേരി എന്ന് പറയും. ശരിക്കും ഒല്ലൂക്കരയുടെ ഇതിൽപ്പെടുക്കും. ഒല്ലൂക്കര അങ്ങോട്ട് കിടന്നാൽ നടത്തറ പഞ്ചായത്ത്, ഇങ്ങോട്ട് കിടന്ന ഒല്ലൂക്കര കോർപ്പറേഷൻ. അത് തൃശ്ശൂർ കോർപ്പറേഷൻ.